നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ ശബരിമലയിലെ വിഗ്രഹക്കടത്ത് പരാതിയിലെ ആരോപണങ്ങൾ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിഷേധിച്ചു എന്നുള്ളതാണ്. തനിക്ക് സ്വർണ്ണ വ്യാപാരം മാത്രമാണ് ഉള്ളതെന്നാണ് മാണി പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ഡി മണി എന്നുള്ള പേരാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഡി മണിയുടെ യഥാർത്ഥ പേര് ബാലമുരുകൻ എന്നാണ്. ഡി എന്ന് പറയപ്പെടുന്നത് തന്നെ ഡയമണ്ട് മണി എന്നാണ് ഈ മണി അറിയപ്പെടുന്നത്. ഈ മേഖലയിൽ സ്വർണ്ണ വ്യാപാര മേഖലകളിലും ഈ മേഖലകളിലുമൊക്കെ ഡയമണ്ട് മണി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡി മണി എന്ന് ഈ ബാലമുരുകനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ബാലമുരുകൻ എന്ന മണി പോറ്റിയെക്കുറിച്ച് അറിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് കേട്ടുകേൾവി മാത്രമാണ് എന്നാണ് SIT സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. മണിയെ അറിയില്ല എന്ന് പോറ്റിയും മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ ജയിലിലെത്തിയിട്ടാണ് പോറ്റിയുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ഇടിയം നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ ഡി മണിയും ശ്രീകൃഷ്ണനും പ്രതികളാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെയും പരിശോധിക്കും എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് അറിയാനുള്ളത്. സനിസ തുടരുകയാണ്. സനിസ, ഈ ഡിണ്ടിക്കലിൽ എപ്പോഴാണ് ഈ അന്വേഷണ സംഘം എത്തിയത്? ഇപ്പോഴും അവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അജയ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഡി മണിയിലേക്ക് അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നും സെർച്ച് വാറന്റോട് കൂടി തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്നലെയോടെ തന്നെ ദിണ്ടിക്കലിൽ എത്തിയിരുന്നു. 2 സംഘങ്ങളായി പിരിഞ്ഞാണ് ദിണ്ടിക്കലിലും അതുപോലെ തന്നെ വിരുദ്ധനഗറിലും കൂടിയായി 2 സംഘങ്ങളായി പിരിഞ്ഞ് പരിശോധനയും അതുപോലെ തന്നെ ഡി മണിയെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ പരിശോധനയിലുള്ള സുപ്രധാന രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ ഇനി ഏത് രീതിയിൽ അന്വേഷണം മുൻപോട്ട് പോകൂ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. കൂടാതെ തന്നെ SITയുടെ അന്വേഷണമായതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൽ സുപ്രധാന രേഖകൾ ലഭിച്ചാലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളും പുറത്തു വരാൻ കാലതാമസം എടുക്കും. കാരണം അന്വേഷണം രഹസ്യ സ്വഭാവത്തിലാണ്. ഇരുവരെയും ചോദ്യം ചെയ്തതും രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ മുൻപോട്ട് പോകുന്നത്, ഈ രേഖകളിൽ എന്തൊക്കെയാണുള്ളത്, ഈ കേസുമായിട്ട് എങ്ങനെയാണ് ഡി മണിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളൊക്കെ കടത്തിയ സംഘവുമായിട്ട് എങ്ങനെയാണ് ഇവരെയൊക്കെ കണക്ട് ചെയ്യിക്കാൻ പറ്റുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതിനെന്തായാലും SIT അന്വേഷിക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ സമയമെടുക്കുമെന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. കൂടാതെ തന്നെ ഈ ഒരു ശബരിമല കേസിൽ ഈ ഹൈക്കോടതിയുടെ പരാമർശം പോലെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു അംശം മാത്രമേ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളൂ. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഇനി ഇപ്പോൾ സുപ്രധാന രേഖകൾ, ഈ രേഖകളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് 10:30 ആരംഭിച്ച റെയ്ഡ് ഏകദേശം ഈ സമയത്തോടെയാണ് കഴിഞ്ഞത് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇനി ഇതിനുശേഷവും രേഖകൾ പരിശോധിച്ച് മറ്റ് തെളിവുകളിലേക്കും SIT പോവാൻ സാധ്യതയുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും സമയം ഇവർ സ്വരുക്കൂട്ടിയ രേഖകളൊക്കെ പരിശോധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ രേഖകൾ പരിശോധിച്ച് ഡി മണിയുടെ ബന്ധം എങ്ങനെയായിരിക്കും എന്ന ഇതിൽ ഉറപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി പോറ്റിയോട് ഡി മണിയെ കുറിച്ച് ചോദിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. നിലവിൽ പോറ്റി ഡി മണി എന്ന ബാലമുരുകനെ അറിയില്ല എന്ന ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. തിരിച്ച് ഡി മണി എന്ന ബാലമുരുകനും പോറ്റിയെ അറിയില്ല എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരനും N വിജയകുമാറും ഇന്ന് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാവേണ്ടതായിരുന്നു SITയുടെ ചോദ്യം ചെയ്യലിനായി. എന്നാൽ ഇവർ ആരോഗ്യ പ്രശ്നങ്ങൾ, അത്തരം അസൗകര്യം അറിയിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. കൂടാതെ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇത്തരത്തിൽ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവരായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ളത്. എന്നാൽ മിനിറ്റ്സ് പത്മകുമാറാണ് തിരുത്തിയത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുവരും. ആ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം ഹാജരാവണോ എന്നതിൽ ഒരു തീരുമാനത്തിലെത്താം. ആ ഒരു നിലപാടിലാണ് ഇരുവരും ഉറച്ചു നിൽക്കുന്നത്. തങ്ങൾക്ക് കേസുമായി ബന്ധമില്ല, ഇത്തരത്തിൽ തങ്ങൾ നിരപരാധികളാണ് എന്ന കാര്യത്തിലാണ് ഇരുവരും ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ പത്മകുമാർ തന്റെ കൂടെ ഉണ്ടായിരുന്ന ബോർഡ് അംഗങ്ങളും ഇതിൽ കൂട്ടുത്തരവാദികളാണ് എന്ന വാദം കോടതിയിൽ പരാമർശിച്ചിരുന്നു. അത്തരത്തിൽ കേസിന് പല മാനങ്ങളോടെ ഈ കേസ് പോവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇതിന്
ബന്ധമുണ്ട്. അത്തരത്തിൽ ഒരു അംശം മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. ഇത്ര 2 മാസത്തോളമായി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോഴും ഒരംശം മാത്രമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ, എന്തൊക്കെ കടത്തലുകൾ കേരളത്തിൽ നിന്ന് നടന്നു, പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം, ഇതിൽ അന്താരാഷ്ട്ര തലവുമായിട്ടുള്ള സംഘം ഏതാണ്, ഈ ഡി മണി അടങ്ങുന്ന സംഘങ്ങൾക്കൊക്കെ എന്താണ് ഇതിലെ ബന്ധം, തമിഴ്നാട് അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ് സ്ഥലങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ അന്വേഷണം പോയിരുന്നു. ഇപ്പോൾ ഈ ഡി മണിയിൽ എത്തി നിൽക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലെ ഈ കള്ളക്കടത്ത്, ഈ വിഗ്രഹ കടത്ത് സംഘത്തിലേക്കുള്ള ഒരു കണക്ട് പോയിന്റ് ആയിട്ട് ഡി മണിയിൽ എത്തി നിൽക്കുകയാണ് SIT. സുപ്രധാന രേഖകൾ ഇന്ന് നടത്തിയ റെയ്ഡിൽ ലഭിച്ചതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും നമുക്ക്, SITയുടെ അന്വേഷണമായതുകൊണ്ട് തന്നെ ആ രേഖകളിൽ എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ നിലവിൽ നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയൂ. അജി, ഏതായാലും കൃത്യമായുള്ള ഒരു അന്വേഷണ ഗതിയിൽ തന്നെയാണ് ഇപ്പോഴും SIT സംഘം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക വിവരങ്ങൾ വരുന്നു. ഡി മണിയെ ചോദ്യം ചെയ്യുന്നു. പോറ്റിയെ അറിയില്ല എന്ന വ്യവസായിയുടെ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത് പറയേണ്ടത്. തിരിച്ച് പോറ്റിയും പറഞ്ഞു ഡി മണിയെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഈ ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള മറ്റു കേസുകളിലും SIT കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെയായിരുന്നു അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയെന്നോണം ഡി മണിയെ ഡിണ്ടിക്കലിൽ വെച്ച് ഡിണ്ടിക്കലിലെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തുന്നു, ചോദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെ മണിയുടെ സുഹൃത്തുക്കളെയും ഒപ്പം തന്നെ ജോലിക്കാരെയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൃത്യമായ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് SITയുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിലുള്ളത്.